അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമദാൻ അതിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു. ഈദുൽ ഫിത്തറിൻ്റെ പ്രഭാതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ചെയ്ത അമലുകൾ, നമ്മൾ ചെയ്ത മറ്റ് ഇബാദത്തുകൾ അതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ നല്ല നിലക്ക് സാക്ഷിയായവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ. റമദാൻ നമുക്ക് സമ്മാനിച്ചതിൻ്റെ ഒരു നന്ദി പ്രകടനമാണ് ഈദുൽ ഫിത്തറിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. അള്ളാഹുവിനുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈദുൽ ഫിത്തറിൽ നമ്മൾ ചെയ്യേണ്ടത്. പെരുന്നാൾ നമുക്കൊരു ആഘോഷമാണ്. പരിശുദ്ധ പ്രവാചകൻ നമുക്ക് കന്നി നൽകിയ ആഘോഷ ദിനങ്ങളിൽ ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാളും. അപ്പോൾ ആ ആഘോഷം അത് ആഘോഷ തിമിർപ്പിലല്ല നമ്മൾ ആഘോഷത്തിൻ്റെ കാര്യം, മറിച്ച് ആ ആഘോഷത്തിലും നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ, പരിശുദ്ധ പ്രവാചകൻ തിരുചര്യകളെ പിൻപറ്റിക്കൊണ്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഘോഷങ്ങളിലും നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഈദുൽ ഫിത്തറിൻ്റെ ആഘോഷം കാര്യമായിട്ട് നമ്മുടെ കൂടിച്ചേരുക എന്നുള്ളത് തന്നെയാണല്ലോ. നമ്മുടെ സ്നേഹവും നമ്മുടെ സൗഹാർദ്ദവും അതൊക്കെ പങ്കുവെക്കുക. പിന്നെ പെരുന്നാൾ ദിനത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? വീട്ടിൽ കുളിച്ചൊരുങ്ങി സുഗന്ധമൊക്കെ പൂശി നമ്മൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, അതുപോലെ തന്നെ വീട്ടിലെ കുട്ടികൾ, വീട്ടിലെ മറ്റ് ഉമ്മമാർ, വാപ്പമാർ അവരോടൊക്കെ നമ്മുടെ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. സുന്നത്ത് നമസ്കാരത്തിനായി, പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ആൾക്കാരുണ്ട്. മനുഷ്യരായിട്ടുള്ള ആൾക്കാരല്ല, റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വഴികൾക്ക് ഇരുവശത്തും നിൽക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മളെ കണ്ടിട്ടുള്ള ആഹ്ലാദം പങ്കുവെക്കും, അള്ളാഹുവിനോട് പങ്കുവെക്കും, അള്ളാഹു അവരോടും ആഹ്ലാദം പങ്കുവെക്കും. കഴിഞ്ഞൊരു മാസം റമദാനിൽ എനിക്ക് വേണ്ടി എൻ്റെ കൽപ്പന പ്രകാരം ആഹാരവും പാനീയങ്ങളും ഒക്കെ വെടിഞ്ഞുകൊണ്ട് പകൽ മുഴുവനും അവർ നോമ്പനുഷ്ഠിച്ചു. അതുപോലെ തന്നെ അവർ വിശുദ്ധ ദിനങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ മറ്റേ ബാത്തുകളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് അള്ളാഹു ഈ മാലാഖമാരോട് സന്തോഷം പങ്കുവെക്കുന്നുണ്ട് എന്ന് വിശുദ്ധ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ ആ മാലാഖമാർ പള്ളിയിൽ പോകുന്ന ഓരോരുത്തർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് എന്നും ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ തേട്ടങ്ങളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ദർജ ഉയർത്തുവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. പെരുന്നാളിൽ പ്രത്യേകമായിട്ട് ഓർപ്പിക്കാറുള്ളത് പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെ സ്വന്തം വീട്ടിൽ തന്നെ തുടങ്ങട്ടെ. ഇന്നിപ്പോൾ വീട്ടിലാണല്ലോ പരസ്പരം ആരും ബന്ധമില്ലാത്തത്, എല്ലാവരും മൊബൈലിലാണ്. മൊബൈലുമായിട്ടാണ് നമുക്ക് കൂടുതൽ ബന്ധം. വീട്ടുകാരുമായിട്ട് നമുക്ക് ആർക്കും ബന്ധമില്ലാത്തൊരവസ്ഥ കൈവന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ തിരിഞ്ഞു പോവുക, തിരിഞ്ഞു നോക്കുക. മുൻപൊക്കെ വീടുകളിൽ പെരുന്നാളിനുണ്ടായിരുന്ന ആ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നമ്മൾ വീണ്ടെടുക്കുക. വീട്ടുകാരുമായി സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അത് അയൽപ്പക്കക്കാരുമായിട്ടും നാട്ടുകാരുമായിട്ടും എല്ലാവരുമായും ആ സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിനത്തെ നമുക്ക് ധന്യമാക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.